ഹെൽത്ത് കെയർ ഏജൻസീസ്. ഓക്കെ, ഹെൽത്ത് കെയർ ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹെൽത്ത് കെയർ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ അല്ലെ, നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗങ്ങൾ വന്നാൽ എന്തെങ്കിലും ഇപ്പൊ ഇനി നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണോ, വല്ല വാക്സിനേഷനും വേണോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ വേണോ, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറെ ഏജൻസീസ് ഉണ്ട്. അപ്പൊ ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്ത് ഏജൻസി? ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്ലിനിക്സും ഹോസ്പിറ്റൽസും ഈ ഡേ കെയർ ഹോംസ് ഒക്കെയാണ് കേട്ടോ ഏജൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ആ ഡൗട്ട്സ് ഒക്കെ മാറും കേട്ടോ. ഓക്കെ, സോ ഓക്കെ ഓക്കെ സോ ഹെൽത്ത് കെയർ ഏജൻസി ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഒരുപാട് ഹെൽത്ത് കെയർ ഏജൻസീസ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് കെയർ ഏജൻസിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊമോട്ട് ഹെൽത്ത്, പ്രിവെന്റ് ഇൽനസ് ആൻഡ് പ്രൊവൈഡ് ക്യൂറേറ്റീവ് സർവീസ്. എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരം വാക്സിനേഷൻസിലൂടെ, ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെന്റിലൂടെ, ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസിലൂടെ, എന്തൊക്കെ പ്രിവെൻഷൻ എടുക്കണം എന്നുള്ള ഇതിലൂടെയൊക്കെയാണ് നമ്മളുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ പ്രിവെന്റ് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇൽനെസ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഒന്ന്, നമുക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളതെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച് അല്ലെ, എങ്ങനെയൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, എക്സസൈസ് എത്രത്തോളം ഉൾപ്പെടുത്താം, ന്യൂട്രീഷണൽ ഫുഡ് എത്രത്തോളം ഉൾപ്പെടുത്താം, ഹെവി ആയിട്ടുള്ള മീൻസ് നമ്മൾ പറയില്ലേ ഈ ഹൈ ഫാറ്റി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഹെൽത്ത് കെയർ ഏജൻസി എന്ന് പറയുന്നത് ദ പ്രൊമോട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രിവെന്റ് ഇൽനെസ്സിനെ അല്ലെങ്കിൽ ഡിസീസിനെ അല്ലെങ്കിൽ രോഗത്തിനെ പ്രിവെന്റ് ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു രോഗം വരുന്നതിന് മുമ്പ് അവരെ ആ രോഗത്തിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റിയില്ല എന്നൊക്കെ ഇരിക്കട്ടെ. ആ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നമ്മള്? പ്രൊവൈഡ് ക്യൂറേറ്റീവ് കെയർ അല്ലെങ്കിൽ പ്രൊവൈഡ് ക്യൂറേറ്റീവ് സർവീസസ്, അതായത് ആ രോഗത്തിനെ ചികിത്സിച്ച് അവരെ സുഖപ്പെടുത്താം. ഓക്കെ, അതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് എന്ത് ഹെൽത്ത് കെയർ ഏജൻസി. അപ്പൊ എന്തായിരുന്നു? ടു പ്രൊമോട്ട് ഹെൽത്ത്, ടു പ്രിവെന്റ് ഇൽനസ് ആൻഡ് ടു പ്രൊവൈഡ് ക്യൂറേറ്റീവ് സർവീസസ്. ഓക്കെ, സോ ഇനി ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് എയിം? എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിഡ്യൂസ് ദ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ്. ഓക്കെ, അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്ത, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഇൽനസ് അല്ലെങ്കിൽ ഇൽനസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് അവർക്കൊരു ഡിസീസസ് വരുമ്പോൾ പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഫാമിലീസിന് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഡിസീസ് വരുമ്പോൾ നമ്മൾ അവരെ ക്യൂർ ചെയ്യുമ്പോൾ, നമ്മൾ അവർക്ക് കെയർ കൊടുത്ത് ആ ഡിസീസിൽ നിന്ന് അവരെ ക്യൂർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്നുള്ള എയിം എന്ന് പറയണത്? ഒന്ന്, റെഡ്യൂസ് മോർട്ടാലിറ്റി. രണ്ട്, റെഡ്യൂസ് മോർബിഡിറ്റി. എന്ന് വെച്ചാൽ എന്താ? മരണനിരക്കും രോഗനിരക്കും കുറയ്ക്കുക. അതാണ് നമ്മുടെ മെയിൻ എയിം. ഓക്കെ, സോ ഇത് എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, സോ ഇനി ഇത്രയും കാര്യങ്ങള് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം? എന്തൊക്കെയായിരുന്നു നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്? മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കണം, മോർബിഡിറ്റി റേറ്റ് കുറയ്ക്കണം. ഈ മോർട്ടാലിറ്റി റേറ്റും മോർബിഡിറ്റി റേറ്റും എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യണം, അതേപോലെ തന്നെ എന്തെങ്കിലും ഇൽനസ് വരാതെ അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യണം, ഇനി എന്തെങ്കിലും ഇൽനസ് വന്ന ക്യൂറേറ്റീവ് സർവീസസ് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൂടെ ആയിരുന്നു നമുക്ക് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനൊക്കെ ചെയ്യാം? ഈ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ് എങ്ങനെയൊക്കെ എന്ത് വഴിയിലൊക്കെ നമുക്ക് കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രൊവിഷൻ ഫോർ പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെന്റീവ് കെയർ. എന്ന് വെച്ചാൽ എന്താ? ഒരു എന്തെങ്കിലും ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അടുത്തുണ്ടെങ്കിലേ പേഷ്യൻസിന് അവിടെ പോയി കെയർ അല്ലെ, പേഷ്യന്റ് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവർക്ക് ഇങ്ങനെ ഈ ഒരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ളതും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനസ് വന്നാൽ ചികിത്സിക്കാനൊക്കെയുള്ള ആ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്ന അവർക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇപ്പൊ എത്രയോ സ്ഥലത്ത് ഹോസ്പിറ്റലുകളൊക്കെ ഇല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ എന്താ പറയാ ഈ ഗുജറാത്ത് അങ്ങനത്തെയുള്ള സ്ഥലങ്ങളില് ഭയങ്കര
റൂറൽ ആയിട്ടുള്ള അതിനേക്കാൾ റൂറൽ ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒന്നും പോവാത്തത് കൊണ്ട് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എങ്കിലും അതേപോലെയുള്ള ഒരുപാട് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തിന് തമിഴ്നാട് തന്നെ എടുക്കട്ടെ, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം താണ്ടി അവർ വരണം അല്ലെ. അപ്പൊ അതൊന്നും അത്രയും ദൂരം താണ്ടണത് ഓർക്കുമ്പോൾ അവർ എന്ത് വിചാരിക്കും, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാറണമെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ അതൊന്നും അല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഒരു പ്രൊമോട്ടീവ് ഹെൽത്തിന് വേണ്ടിയിട്ടും ക്യൂറേറ്റീവ് സർവീസിന് വേണ്ടിയിട്ടും ഒരു പ്രൊവിഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്ക് നമ്മുടെ ഏജൻസിയുടെ അച്ചീവ്മെന്റ് നടക്കുള്ളൂ. രണ്ടാമത്തെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റെൻഡറിങ് ക്യൂറേറ്റീവ് സർവീസ്. ഓക്കെ, ക്യൂറേറ്റീവ് സർവീസ് ഞാൻ ഇപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യത്തിനുള്ള ചികിത്സകൾ കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ റിഡക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ എന്താ, ആൾക്കാരുടെ എണ്ണം അല്ലെ, ജനന നിരക്ക് കൂടും തോറും നമുക്ക് ചുറ്റുമുള്ളതൊന്നും നമുക്ക് പോരാണ്ട് വരും. അപ്പൊ ഓർത്ത് നോക്കിയേ, 1000 പേർക്ക് ഒരു ആശുപത്രി എങ്കിൽ 2000 പേര് ആ ഭാഗത്ത് 2000 പേര് വരാണെങ്കിൽ ആ ആശുപത്രി കൊണ്ടുള്ള കെയർ അവർക്ക് അല്ലെ കുറവായിരിക്കും. അപ്പൊ ഒരു ആശുപത്രിയും കൂടെ വെക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യാ, നമുക്കപ്പോ ഒന്നെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അവൈലബിലിറ്റി കൂട്ടാം, അതും അല്ലെങ്കിൽ ജനന നിരക്ക് കുറയ്ക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഇംപ്രൂവ്മെന്റ് ഇൻ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസിൽ തന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രോഗങ്ങളും അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനൊക്കെ ഈ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആണ് വേണ്ടത്. നിങ്ങൾക്കറിയാലോ, ഇമ്മ്യൂണിറ്റി, ഒരു മനുഷ്യന് ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ എന്താ, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി, ഈ വക സാധനങ്ങളൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കണം. അപ്പൊ ഓർത്ത് നോക്കിയേ, ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ള ഒരാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, എപ്പം നോക്കിയാലും രോഗങ്ങൾ വരും, അടുത്ത് തന്നെ ആള് പോവുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റ് ഓഫ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അവരുടെ ഉള്ള നിലയ്ക്ക് എപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഹൈ ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട വിധത്തിൽ കഴിക്കുക, അതാണ് വേണ്ടത്. അപ്പൊ അത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ഇപ്പൊ എപ്പോഴും ബീഫും ചിക്കനും തന്നെ കഴിക്കണമെന്നില്ല, സോയാബീൻസ് കഴിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഇംപ്രൂവ്മെന്റ് ഓഫ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ്. ഇങ്ങനെ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ, ബാലവാടി കൂടിയൊക്കെ എന്തോരം ഇപ്പൊ അണ്ടർ 5 ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും എന്താ ഫുഡ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെറ്റേണിറ്റിയില് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഓഫ് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുക. അടുത്ത പോയിന്റ് എന്തായിരുന്നു, ഡെവലപ്മെന്റ് ഓഫ് മാൻ പവർ റിസോഴ്സസ്. ഓക്കെ, ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചുറ്റിനുള്ള റിസോഴ്സസ് ഒന്ന് കൂട്ടാം, എന്നാലാണ് എന്തെങ്കിലും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്കിംഗ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു രോഗങ്ങളൊക്കെ വരുമ്പോ റിസോഴ്സസ് കിട്ടുള്ളൂ, പോവാൻ പറ്റുള്ളൂ, ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മാൻ പവർ റിസോഴ്സസ് ഒക്കെ നമ്മൾ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെൽത്ത് കെയർ ഏജൻസീസ് കൂട്ടാം. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ സേഫ് വാട്ടർ ആൻഡ് ഫുഡ് സപ്ലൈ അല്ലെ. സേഫ് വാട്ടർ ഇല്ലെങ്കിൽ കോളറ ഉറപ്പ്, സേഫ് ഫുഡ് ഇല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഉറപ്പ്. അപ്പൊ എന്തൊക്കെ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് ആണെന്ന് നിങ്ങൾക്ക് ചുറ്റിനുള്ളതെന്ന് നമുക്ക് പറയാൻ തന്നെ അറിയാം അല്ലെ. കുറെ നമുക്ക് വന്നിട്ടുണ്ടാവും ഡയറിയും ഡിസെൻട്രി ഒക്കെ ഫുഡിൽ നിന്ന്. കാരണം എന്താ, അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡിൽ നിന്നും വാട്ടറിൽ നിന്നും വരുന്നതാണ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ്. അപ്പൊ അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡും വാട്ടറും ആണോ, ഓക്കെ, ആളെ എത്ര ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്താലും ഒരു ഈക്കോളയോ ഒരു ഹെപ്പറ്റൈറ്റിസ് എയുടെ വൈറസ് ഒക്കെ വന്നില്ലേ രോഗം. അപ്പൊ എന്തുണ്ടാവണം, ഹെൽത്തി വാട്ടറും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കൂടെ വേണം ഒരു വ്യക്തിക്ക്, ആ ആളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറയില്ലേ എപ്പോഴും വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ കിണറിന്റെ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുക, അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തെന്താണ്, ഇൻക്രീസിങ് ദ ലിറ്ററസി റേറ്റ്. ഇപ്പൊ സത്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുത്തും വായനയൊക്കെ അറിയാം. പിന്നെ നമ്മുടെ വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്ന നമ്മൾ പറയുന്ന പോലെ ബംഗാളികൾക്കും അതുപോലെ തന്നെ മീൻസ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെയാണ് പിന്നെയും എഴുത്തും വായനയൊന്നും അറിയാതെ നിൽക്കുന്നത്. എങ്കിലും നമ്മുടെ മലയാളികൾക്കൊക്കെ എഴുത്തും വായനയൊക്കെ അറിയാം, അതുകൊണ്ട് അറിയാം മാക്സിമം. അത് ഓക്കെ, എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതിലും എഴുത്തും വായനയൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദെൻ റെഡ്യൂസിങ് ദ ലെവൽസ് ഓഫ് പോവേർട്ടി. പക്ഷെ കേരളത്തില് എടുത്തു കഴിഞ്ഞാൽ അത്രയും ദാരിദ്ര്യം എന്ന് പറയാൻ മാത്രം ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ദാരിദ്ര്യം എന്താന്ന് അറിയാൻ പറ്റണത്
അല്ലെ? അപ്പൊ ഇപ്പൊ കേരളത്തിലെ ഏതൊരു വീട്ടിലും ആൾക്കാർ പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എന്തായാലും ഇനി എങ്ങാനും poverty ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുക, മാനേജ് ചെയ്യാൻ നോക്കാം. ഓക്കെ. അടുത്തത് ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ്. എത്ര നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയർ ഏജൻസീസ് ആയിരുന്നു. ഹെൽത്ത് കെയർ ഏജൻസിയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രിവെൻഷൻ ഓഫ് ഇൽനസ്, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് കെയർ ഓഫ് ഇൽനസ്. ഇത്രയായിരുന്നു ഫംഗ്ഷൻസ്. എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? റിഡക്ഷൻ ഓഫ് മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എത്ര ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ് ഉണ്ടെന്നാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങള്, ഇത്രയും ഇതുകള് മീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ ഏത് ഹെൽത്ത് കെയർ ഏജൻസീസ് ആണ്, ആരൊക്കെയാണ് ഇത് സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഇടയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. സോ എഴുതി വെച്ചേക്കുക ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ്. ഓക്കെ. So the first one is hospital agencies. Okay. ഹോസ്പിറ്റൽ ഏജൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ രണ്ട് സ്ഥലത്തും പോയിട്ടുണ്ടാവും അല്ലെ? പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ പോയിട്ടുണ്ട്, ഗവൺമെന്റ് സെക്ടറിൽ നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ. ഹോസ്പിറ്റൽ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റൽ ഏജൻസിനെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ഉണ്ട്. ഓക്കെ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും IP ആൻഡ് OP സർവീസസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇനി ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ എടുത്തു കഴിഞ്ഞാൽ എന്താ? പബ്ലിക് ഹെൽത്ത് സർവീസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ് ഉണ്ട്, ആൻഡ് റൂറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഒരുപാട് അവരുടെ അണ്ടറിൽ, ഗവൺമെന്റിന്റെ അണ്ടറിൽ പോകുന്നു. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിന് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ടീച്ചിങ് ഹോസ്പിറ്റൽസ് ഉണ്ട്, മെഡിക്കൽ കോളേജുകൾ ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളും ഒക്കെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസിന്റെ ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു? ഹോസ്പിറ്റൽ ഏജൻസീസ്. ഹോസ്പിറ്റൽ ഏജൻസീസിൽ തന്നെ രണ്ട് ടൈപ്പ് അതിൽ വരുന്നുണ്ട്, ഗവൺമെന്റ് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഓക്കെ. ഗവൺമെന്റ് സെക്ടറിൽ എന്തായിരുന്നു? PHC, CHC, റൂറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ടീച്ചിങ് ഹോസ്പിറ്റൽ. എങ്ങനെയായിരുന്നു? ഇനി പ്രൈവറ്റ് സെക്ടർ വരുമ്പോൾ എന്തായിരുന്നു? പ്രൈവറ്റ് സെക്ടറും ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ കോളേജുകളുണ്ട്, ടീച്ചിങ് ഹോസ്പിറ്റൽസ് അഥവാ മെഡിക്കൽ കോളേജുകളുണ്ട്. ഓക്കെ. ദെൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഓക്കെ. ദെൻ അടുത്ത ഹെൽത്ത് കെയർ ഏജൻസി ഏതാ നോക്കാം. ഒപ്പം എഴുതിയെടുക്കണം കേട്ടോ, വേറൊരു സമയത്തേക്ക് വെച്ചേക്കല്ലേ. ഓക്കെ. ഡേ കെയർ സെന്റേഴ്സ്. ഓക്കെ. ഡേ കെയർ സെന്റേഴ്സ്. ഡേ കെയർ സെന്റേഴ്സ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഞാനൊക്കെ വിട്ടിട്ടുണ്ട് ഡേ കെയർ സെന്ററിൽ പിള്ളേരെ. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ബെഡ് ഉണ്ടാന്ന് വെക്കേണ്ടിയും വന്നു. കാരണം എല്ലാ ഡേ കെയർ സെന്റേഴ്സും നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് ന്യൂസസ് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡേ കെയർ സെന്റേഴ്സിന്റെ സോറി, ഡേ കെയർ സെന്റേഴ്സിന്റെ മോശം വശങ്ങളല്ല. ഓക്കെ. സോ ഡേ കെയർ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്രഷേ എന്നൊക്കെ പറയും. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർക്കിംഗ് വുമൻ അല്ലെങ്കിൽ വർക്കിംഗ് മെൻ ഒക്കെ ആണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു സ്ഥലം, ഡേയിൽ മാത്രം നോക്കുന്ന സ്ഥലം. പക്ഷെ നൈറ്റിൽ നോക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് അകത്തും ഉണ്ടാവും, മേ ബി പല സ്ഥലങ്ങളിൽ ഉണ്ടാവും. കാരണം നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നൈറ്റിൽ നോക്കുന്ന നൈറ്റ് കെയർ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നൈറ്റ് കെയറും കൂടെ കൂടിയിട്ടുള്ള ഡേ കെയർ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? നമുക്ക് പിള്ളേരെ ഇപ്പോഴത്തെ പണ്ടത്തെ ഒരു ഫാമിലി, ജോയിന്റ് ഫാമിലി പോലെ അല്ലല്ലോ ഇപ്പൊ. ഇപ്പൊ എല്ലായിടത്തും ന്യൂക്ലിയർ ഫാമിലിയാണ്. ഒരപ്പൻ, ഒരമ്മ, 2 പിള്ളേര്, അല്ലെങ്കിൽ കൂടിയ 3 പിള്ളേര്. ഇതോട് കൂടി ആ ഒരു ന്യൂക്ലിയർ ഫാമിലി കഴിഞ്ഞു. അപ്പൊ പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെയൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ എന്റെ വീട്ടിൽ അപ്പൂപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, ചാച്ചന്മാരുണ്ട്. അപ്പം ഇപ്പൊ അമ്മയും അല്ലെങ്കിൽ അപ്പനും നമ്മുടെ അടുത്തില്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ആൾക്കാരാ. അപ്പൊ നമ്മളെ വേറൊരാളുടെ അടുത്ത് കൊണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവരുടെ കൂടെ ഒക്കെ അങ്ങനെ വളർന്നു പൊയ്ക്കോളും. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്ങനെയാ? നമ്മൾ അവിടെ ഇല്ലേ? ആരും അവിടെ ഇല്ല. മനസ്സിലായോ? അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വേറെ വല്ലവരുടെയും കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അവർ കെയർ കൊടുക്കുന്ന അവിടെ ആയ ഉണ്ടാവും, ടീച്ചറൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ആയമാരൊക്കെ കെയർ കൊടുക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഡേ കെയർ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഡേ കെയർ സെന്റേഴ്സും നമ്മുടെ ഹെൽത്ത് കെയർ ഏജൻസിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ. മനസ്സിലായോ? ഓക്കെ. കണ്ടോ? ഒരു ഡേ കെയർ സെന്റേഴ്സിന്റെ പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. നല്ലതും ഉണ്ട്, അതേപോലെ തന്നെ മോശമായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഓക്കെ.
ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലേ? പിള്ളേര് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഡേ കെയർ സെന്റേഴ്സും ഉണ്ട് കേട്ടോ ഇതേപോലെ. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ്. ഓക്കെ, അതിലത്തെ അടുത്ത ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ് ആണ് നമ്മൾ പറയുന്നത്. അതിലത്തെ രണ്ടാമത്തെ ഹെൽത്ത് കെയർ ഏജൻസിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് സെക്ടറിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താ വേറെയും ബാങ്ക് വേറെയും ഇഷ്ടം പോലെ അല്ലെ ലൈഫ് ഇൻഷുറൻസസ് ഉണ്ട്, അതെന്താ പറയാത്തത്? ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് സെക്ടറിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. Health insurance scheme, the first one is ESI, Employee State Insurance. Employee State Insurance എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1948-ലാണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് അഥവാ ESI വന്നത് എന്നായിരുന്നു? 1948. ഓക്കെ, സോ ഇതിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, ആർക്കൊക്കെയാണ് ഇതിൽ നിന്നും സഹായം ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. ഓക്കെ, ഗർഭിണികൾക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനും ഒരു 6 മാസം വരെ ഈ ഒരു ബെനിഫിറ്റിന്റെ അണ്ടറിൽ വരും. ഓക്കെ, ദെൻ മെഡിക്കൽ കെയർ. ഓക്കെ, മെഡിക്കൽ കെയർ എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയും ഇതിന്റെ അണ്ടറിൽ വരും. ദെൻ എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ, അതിപ്പോ നമ്മൾ പറയില്ലേ ഇപ്പൊ മിഷന്റെ ഇടയിൽ കൈ പോവുക, അങ്ങനെ എന്തെങ്കിലും ആ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഇതിന്റെ അണ്ടറിൽ പോകും. ദെൻ ഇനിയും വർക്ക് ആ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആള് മരിച്ചുപോയി, അപ്പൊ ആളുടെ പാർട്ട്ണർക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരും. അപ്പൊ ഇനി നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ എല്ലാവരും ESIയുടെ അണ്ടറിൽ കവർ ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. 21,500 രൂപേനെക്കാട്ടിലും താഴെ സാലറി മേടിക്കുന്നവരെ ഇതിൽ കവർ ചെയ്യുള്ളൂ. അതിന്റെ മുകളിലേക്ക് സാലറി പോയി കഴിഞ്ഞാൽ ESIയും ഇല്ല. ഓക്കെ ഓക്കെ, ദെൻ അടുത്ത ഏജൻസി ആരായിരുന്നു? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, CGHS. പേര് പോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവിടുത്തെ പെൻഷൻ പറ്റിയ ആൾക്കാർക്കൊക്കെയാണ് ഇത് ബാധകമായിട്ടുള്ളത്. ഓക്കെ, ഇത് വന്നത് 1954-ലാണ്. അപ്പൊ ESI എന്നായിരുന്നു വന്നത് 1948. CGHS എന്നാണ് വന്നത് 1954. ഇതും എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓട്ടോണോമസ് ഓർഗനൈസേഷന്റെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിനെയാണ് ഇവർ കവർ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയാണ് ഇവർ കവർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല റിട്ടയർഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സർവന്റ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെയും ഈ CGHSന്റെ അണ്ടറിൽ വരും. അതേപോലെ തന്നെ അപകടത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഒക്കെ ഭാര്യമാര്, അപകടത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഭാര്യമാരും ഇതിന്റെ അണ്ടറിൽ വരും, അവരുടെ മക്കളും ഇതിന്റെ അണ്ടറിൽ വരും. ഓക്കെ, പിന്നെ പാർലമെന്റ് MP-മാര്, അതേപോലെ തന്നെ എക്സ് ഗവർണേഴ്സ്, റിട്ടയർഡ് ചെയ്തിട്ടുള്ള ജഡ്ജിമാരൊക്കെ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ അണ്ടറിൽ വരുന്നതാണ്. ചെറിയ സ്കീമൊന്നല്ല, നല്ല ഒരു വലിയൊരു സ്കീമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഇത് വന്ന വർഷം എന്ന് പറയുന്നത്? 1954-ലാണ്. ഇതെന്ന് പറയുന്നത് ഇത് ആരെയാണ്? സെൻട്രൽ ഗവൺമെന്റിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇത് കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയിട്ടുള്ള ആൾക്കാരുടെ വിധവകളെ, അതുപോലെ തന്നെ പാർലമെന്റ് MP-മാരെ ആൻഡ് എക്സ് ഗവർണേഴ്സ് ആൻഡ് റിട്ടയർഡ് ജഡ്ജസിനെയൊക്കെയാണ് ഇവര് കവർ ചെയ്യുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്ലൈഡ്. ഓക്കെ, then റീഹാബിലിറ്റേഷൻ സർവീസ്. റീഹാബിലിറ്റേഷൻ എന്താ റീഹാബിലിറ്റേഷൻ? റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രോഗം വന്നു, ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു അപകടം പറ്റി, അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോയി. ഓക്കെ, നമുക്ക് മര്യാദയ്ക്ക് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റില്ല, അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയി. അപ്പൊ ആ കോംപ്ലിക്കേഷനിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നു. ആ പോരായ്മയെ തരണം ചെയ്തെടുക്കാനുള്ള ഒരു വഴിയാണ് റീഹാബിലിറ്റേഷൻ. മനസ്സിലായോ? അതായത് നമുക്കൊരു രോഗം വന്നു, ആ രോഗത്തിനെ ക്യൂർ ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ അത് കോംപ്ലിക്കേഷൻ വന്നു. ആ കോംപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്തെങ്കിലും അപാകതകളോ കുറവുകളോ വന്നു. ആ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് എന്താ? റീഹാബിലിറ്റേഷൻ. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു ആക്സിഡന്റ് പറ്റി 2 കാലും മുറിച്ച് കളയേണ്ട വന്നു. ഓക്കെ, അപ്പൊ ഇനി ആ ആള് കാലില്ലാതെ ജീവിക്കണം.
മനസ്സിലായോ? ഇന്നലെ വരെ നടന്നതുപോലെ നടക്കാൻ പറ്റില്ല. കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ രണ്ട് കാലുകൾ സഹായത്തിനുണ്ടായിരുന്നു. അല്ലേ? നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരേക്കും ഇന്നലെ വരെ ചെയ്തതുപോലെ ഇന്ന് ചെയ്യാൻ പറ്റില്ല. പരസഹായം വേണ്ടിവരും. ഇനി ഇതെല്ലാം ഓർത്ത് ആളുടെ ഒരു മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും? ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. അല്ലേ? പറ്റില്ല നമുക്ക് ഒരാളെ നോക്കാനോ ആളോട് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. പുറത്തേക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമോ? ഇല്ല. ആള് തന്നെ ഭയങ്കര ഗിൽറ്റി ആയിരിക്കും. ആൾക്ക് തന്നെ ഭയങ്കര വിഷമമായിരിക്കും. അല്ലെ? ദൈവത്തിനെ വിളിക്കുവോ? ഇല്ല. ദൈവത്തിനോട് ആകെപ്പാടെ ദേഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ജോലിക്ക് പോകാൻ പറ്റുമോ? രണ്ട് കാല് കൊണ്ട് പോകേണ്ട ജോലിയാണെങ്കിൽ ഒന്ന് ഓർത്തോക്കെ, ഡ്രൈവറാണ്. ആ ഡ്രൈവറിന്റെ കാലാണ് മുറിച്ചു കളഞ്ഞെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കാലും പോയി. ആ ജോലിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരുടെ പണ്ടത്തെ ആ നോർമൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. കാരണം ഇപ്പൊ അവർക്ക് കുറവുകളുണ്ട്. ആ കുറവുകൾ വെച്ചിട്ട് നമ്മൾക്ക് അവർക്കൊരു പുതിയൊരു ലൈഫ് നമ്മളൊരു ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ? അതിനെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, അതായത് ഇപ്പൊ നമുക്ക് നമുക്ക് ദൈവത്തിനെ കുറിച്ചൊക്കെയുള്ള ആ ഒരു ഇത് പോയി. നമ്മൾ ആ വിശ്വാസം പോയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പിരിച്വലി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും. ഇനി അവരുടെ അവരുടെ അവർക്ക് ഭയങ്കര ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ മെന്റലി റീഹാബിലിറ്റേറ്റ് ചെയ്യും. മെന്റൽ റീഹാബിലിറ്റേഷൻ. ദെൻ അവർക്ക് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ആണ് വേണ്ടത്. അവർക്ക് കാലുകളില്ല. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, ഒരു സ്ട്രക്ചർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ അവരെ നമ്മൾ നടക്കാൻ പഠിപ്പിക്കും. അല്ലെങ്കിൽ വീൽ ചെയർ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ? അപ്പൊ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ നമ്മൾ ചെയ്യും. ദെൻ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഡ്രൈവർ ആയിരുന്നു, പക്ഷെ ആ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, വേറൊരു ജോലി അവർക്ക് പറ്റിയത് നമ്മൾ അവരെ എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ? ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സ് നോക്കാം. അസിസ്റ്റ് ദ ക്ലയന്റ് ടു റീസ്റ്റോർ ദയർ ലൈഫ്. ഓക്കെ, nurses coordinate the client activities and ensure that clients are complying with their treatments. Okay, and need specialized skills and knowledge. Okay, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ, ഇതേ ഒരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ആട്ടോ നടക്കുന്നത്. അവരുടെ പേഷ്യന്റിന് നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ നമ്മൾ അവരെ ഇങ്ങനെ ഫിസിക്കൽ തെറാപ്പി ഒക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ നടക്കാൻ സഹായിക്കുവാണ്. അവരിങ്ങനെ ഡേ ബൈ ഡേ അവരുടെ ആ ഒരു ഇതെല്ലാം അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, ദെൻ അടുത്ത ഏജൻസിയാണ് ഹോം ഫോർ ഏജ്ഡ്. ഹോം ഫോർ ഏജ്ഡ് എന്താണ് സംഭവം? ഹോം ഫോർ ഏജ്ഡ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? ഓൾഡ് ഏജ് ഹോം കേട്ടിട്ടുണ്ടോ? യെസ്, ഓൾഡ് ഏജ് ഹോം. സത്യത്തില് ഇപ്പോഴുള്ള പിള്ളേർക്ക് ആർക്കും അവരുടെ പാരന്റ്സിനെ നോക്കാൻ സമയമില്ല. അല്ലേ? സോ അവരെല്ലാരും കുറെ പണം കൊടുത്ത് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കും. അപ്പൊ എന്തുണ്ടാവും? പിള്ളേരെക്കാൾ നന്നായിട്ട് അവര് അവരുടെ ആ വന്ന ആ ഒരു അമ്മേനെ അല്ലെങ്കിൽ ആ ഒരു അപ്പനെ നോക്കും. സത്യത്തിൽ അതാണ് സംഭവം നടക്കുന്നത്. പക്ഷെ മിസ്സിങ് എവിടെയാണ്? പിള്ളേർക്കാണോ മിസ്സിങ്? അല്ല, ഈ പാരന്റ്സിന് അവരുടെ മക്കളെ കാണാണ്ട്, അവരുടെ കൊച്ചുമക്കളെ കാണാണ്ട് അവർക്ക് ഉണ്ടാവുന്ന വിഷമം, അത് എത്ര കെയറും എത്ര സ്നേഹവും അവിടെയുള്ള ആൾക്കാർ കൊടുത്തു എന്ന് പറഞ്ഞാലും അത് നികത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്തായിരുന്നു? ഹോം ഫോർ ഏജ്ഡ്, അതായത് നമ്മുടെ ഓൾഡ് ഏജ് ഹോം ഒക്കെ. അവിടെ കുറെ നേഴ്സുമാരുണ്ടാവും, അവർ കെയർ ഗിവേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് അവിടെ വന്ന അപ്പച്ചനെയും അമ്മച്ചിമാരെയും ഒക്കെ കെയർ ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ മക്കളെക്കാട്ടിലും നന്നായി ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഹോം ഫോർ ഏജ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നഴ്സിംഗ് ഹോംസ്, ക്ലിനിക്സ് ആൻഡ് ഡിസ്പെൻസറീസ്. അല്ലെ? അതായത് ഇപ്പൊ നമുക്ക് ചുറ്റും തന്നെ എന്തോരം ഹോസ്പിറ്റൽ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ക്ലിനിക്സിലായിരിക്കും. അല്ലെ? എന്തോരം ക്ലിനിക്സ് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 2-3 ക്ലിനിക്സ് ഉണ്ട്. ചുമ്മാ ക്ലിനിക്സ്, പ്രത്യേകിച്ചൊന്നുമില്ല. മൈനർ ആയിട്ടുള്ള എയിൽമെന്റ്സ്, അതായത് നമുക്ക് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കിട്ടും. കിടത്തി ചികിത്സയൊന്നും അവിടെ നടക്കില്ല. നമുക്ക് ഡോക്ടറെ കാണാം, എന്താണ് കാര്യങ്ങൾ അന്വേഷിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം. നമ്മുടെ മരുന്നുകളൊക്കെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഓർഡറിൽ കഴിക്കാം. ഇനി മാറിയില്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ പോകുന്നു, അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡിഫൻസ് മെഡിക്കൽ സർവീസസ്. എന്താണ് ഡിഫൻസ് മെഡിക്കൽ സർവീസസ്? ഇത്രയേ ഉള്ളൂ. ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അവരുടെ ഹെൽത്തും അവരുടെ ഇൽനെസ്സും ഒക്കെ നോക്കുന്ന ഒരു സർവീസസ് ആണ് ഡിഫൻസ് മെഡിക്കൽ സർവീസസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഹോം ഫോർ ഏജ്ഡ്, നഴ്സിംഗ് ഹോംസ്, ക്ലിനിക്സ് ആൻഡ് ഡിസ്പെൻസറീസ്, ഡിഫൻസ് മെഡിക്കൽ സർവീസസ്. ഓക്കെ,
ഓക്കെ, ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓൾഡ് ഏജ് ഹോം ഒക്കെയാണ് ഫസ്റ്റത്തെ ആദ്യത്തെ 3 പിക്ചറും. ദെൻ അടുത്തത് വരുന്നത് ഡിഫൻസ് സർവീസ് ആണ്. അവിടെ കണ്ടോ അവരുടെ ഒരു പട്ടാളക്കാരൻ കണ്ടോ, അയാൾ ഒരു മിലിറ്ററി നേഴ്സ് ആണെന്ന് തോന്നുന്നു. അയാൾ കെയർ ചെയ്യുന്നത് കണ്ടോ. ഓക്കെ, അടുത്തതാണ് ഹോസ്പൈസേഴ്സ്. ഹോസ്പൈസ് എന്ന് വെച്ചാൽ എന്താ? ഹോസ്പൈസ് നിങ്ങൾ കുറെയൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. പാലിയേറ്റീവ് കെയർ എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു ടൈപ്പ് ആണ് ഈ ഹോസ്പൈസ് എന്ന് പറയുന്നത്. ആ ഒരു ട്രീറ്റ്മെന്റ് ആണ്, ആ ഒരു കെയർ ആണ് ഈ ഹോസ്പൈസിൽ വരുന്നത്. ഹോസ്പൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഫാമിലി സെന്റേർഡ് ആയിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നു, ആ വ്യക്തി മാത്രമല്ല അവിടെ തകരുന്നത്, ആളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും, അല്ലെ, ആ കുടുംബത്തിലെ അംഗങ്ങൾ മൊത്തമാണ് തകരുന്നത്. സോ ഹോസ്പൈസ് എന്ന് പറയുന്നത് ഒരു ഫാമിലി സെന്റേർഡ് കെയർ ആണ്. ഒരു ഫാമിലിക്ക് ഫുൾ ആയിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. പാലിയേറ്റീവ് കെയറിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ പേഷ്യന്റ് ഓറിയന്റഡ് ആണ്. പക്ഷെ ഹോസ്പൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫാമിലിനെ മൊത്തത്തിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കോഴ്സ് ഓഫ് ടെർമിനൽ ഇൽനെസിന്റെ സമയത്താണ് നമ്മുടെ പാലിയേറ്റീവ് കെയർ പോലെ തന്നെ ടെർമിനൽ ഇൽനെസിന്റെ സമയത്താണ് ഈ ഹോസ്പൈസ് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ഫാമിലി ഓറിയന്റഡ് ആണ്. ഫാമിലിനെ മൊത്തമാണ് നമ്മൾ സൈക്കോളജിക്കൽ സപ്പോർട്ടും അവർക്കുള്ള കൗൺസിലിംഗും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ടെർമിനൽ ഇൽനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് നോക്കിയേ, നമ്മൾ ക്യാൻസർ 5ാമത്തെ സ്റ്റേജിലാണ്, 5th സ്റ്റേജിലാണ്, മെറ്റസ്റ്റാസിസ് ആയതിനു ശേഷമാണ് നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ ഓർത്ത് നോക്കിയേ, ആ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു തകർച്ച എന്ന് ഓർത്ത് നോക്കിയേ. എന്തിന്? ആ ഒരു രോഗിയുടെ ഒരു തകർച്ച എന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു എൻഡ് ഓഫ് ഇൽനെസ്സിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാം, അവർക്ക് അല്ലെ, അവരുടെ കൂടെ ഒപ്പം നിൽക്കാം, ആ ഒരു പേഷ്യന്റിനെ കെയർ ചെയ്യാൻ അവരുടെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി ആ പേഷ്യന്റ് എന്താ? പക്ക സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കുക, സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, ഡൈവേർഷണൽ തെറാപ്പീസ്, മ്യൂസിക് തെറാപ്പി, അങ്ങനെയൊക്കെ കഥകൾ വായിക്കാം, ബുക്കുകൾ വായിക്കാം, ഇനി പറ്റില്ലെങ്കിൽ നമ്മൾ വായിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്യാം. ഇനി കൂടുതൽ എന്താ, നമുക്ക് എന്തെങ്കിലും ക്യൂർ ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അവർക്ക് സിംറ്റമാറ്റിക് മാനേജ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ഭയങ്കര പെയിൻ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ പെയിൻ എന്താ? നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കുക, സെഡേറ്റീവ്സ് കൊടുക്കുക. അപ്പൊ അവർക്ക് എന്തൊക്കെയാണോ സിംറ്റംസ് പറയുന്നത്, ഇപ്പൊ ഛർദിയാണെങ്കിൽ അതിനുള്ള സിംറ്റം ആന്റിബയോട്ടിക്സ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എനിക്കൊരു ഞാന് ICUലായിരുന്നപ്പോഴേ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. പേഷ്യന്റ് പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിട്ട് വന്നതാ. ഓക്കെ, പാൻക്രിയാസിന് ക്യാൻസർ. പാൻക്രിയാസ് മാത്രല്ല, പാൻക്രിയാസിന് നിന്നും പിന്നെ അത് മെറ്റാസ്റ്റാസിസ് വന്ന് പല സ്ഥലത്തേക്കും ലങ്സിലേക്ക് വരേക്കും വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ പേഷ്യന്റിന് ഒന്നും ഒരു കെയറും ചെയ്യാനില്ല. നമ്മൾ ഫ്ലൂയിഡ് ഇടുന്നു, നമ്മൾ പേഷ്യൻസിന്റെ മെഡിക്കേഷൻസ് കൊടുക്കുന്നു, അതല്ലാതെ ക്യൂറേറ്റീവ് ആയിട്ടുള്ളത് ഒന്നുമില്ല. പേഷ്യന്റിന്റെ വേദന എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയങ്കര വേദനയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പെയിൻ കില്ലേഴ്സും സെഡേറ്റീവ്സും ഒക്കെ കൊടുക്കും. അവരുടെ കൂടെ എപ്പോഴും ആ ചേട്ടന് അവർ ബൈസ്റ്റാൻഡേഴ്സിനെ കാണാനായിരുന്നേ. അപ്പൊ എപ്പോഴും നമ്മൾ ഇടവിട്ട് കർട്ടൻ ഇട്ട് കയറ്റി കാണിച്ചു കൊടുക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നാം പറഞ്ഞു വന്നത് എന്താണ്? ഹോസ്പൈസ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കെയർ ആണ്. ഇതെന്ന് പറയുന്നത് പേഷ്യന്റ് എപ്പോഴും എൻഡ് സ്റ്റേജ് ഓഫ് ഇൽനെസ്സിലായിരിക്കും. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് അവർ മരിച്ചു പോകും. അപ്പൊ ആ ഒരു സമയത്ത് പേഷ്യന്റിനും അറിയാം, ബൈസ്റ്റാൻഡേഴ്സിനും അറിയാം അടുത്തത് എന്താണെന്ന്, അല്ലെ? അപ്പൊ അവരെ സൈക്കോളജിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, സിംറ്റമാറ്റിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ നിന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഹോസ്പൈസ്. ഓക്കെ, ദെൻ അടുത്ത ഏജൻസിയാണ് വോളണ്ടറി ഹെൽത്ത് ഏജൻസീസ്. ഓക്കെ, വോളണ്ടറി ഹെൽത്ത് ഏജൻസീസ് എന്ന് പറയുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഓട്ടോണോമസ് ബോർഡ്സ് ആണ്. ഓട്ടോണോമസ് ബോർഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ്ലി ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ബോഡീസിനെയാണ് നമ്മൾ ഓട്ടോണോമസ് ബോർഡ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ അണ്ടറിൽ 2 ടൈപ്പുകളാണ് വരുന്നത്. വോളണ്ടറി ഹെൽത്ത് ഏജൻസി, അടുത്ത വോളണ്ടറി ഹെൽത്ത് നമ്മൾ പറഞ്ഞു, അടുത്ത ഹെൽത്ത് കെയർ ഏജൻസി എന്ന് പറയുന്നത് വോളണ്ടറി ഹെൽത്ത് ഏജൻസിയാണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് വോളണ്ടറി ഹെൽത്ത് ഏജൻസി ആണ്. ഈ വോളണ്ടറി ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഓട്ടോണോമസ് ബോർഡ്സ് ആണ്. ഓക്കെ, ഓട്ടോണോമസ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ്ലി അവർക്ക് ഡിസിഷൻസ് എടുക്കാം. അവരെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഏജൻസിയോ ഗവൺമെന്റ് കമ്മീഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ഇതിന്റെ അണ്ടറിൽ, വോളണ്ടറി ഹെൽത്ത് ഏജൻസീസിന്റെ അണ്ടറിൽ 2 ടൈപ്പുകളാണ് വരുന്നത്. ഒന്ന് നാഷണൽ വോളണ്ടറി ഏജൻസി, 2 ഇന്റർനാഷണൽ ഏജൻസി. ഓക്കെ, അപ്പൊ നമുക്ക് നാഷണൽ വോളണ്ടറി ഏജൻസി നമ്മുടെ ഇന്ത്യക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നാഷണൽ വോളണ്ടറി ഏജൻസി. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു യുദ്ധം ഉണ്ടാവുന്നു, ദേ റെഡ് ക്രോസ്.
റെഡ് ക്രോസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ യുദ്ധം ഉണ്ടായപ്പോ ഇസ്രായേലൊക്കെ എന്തോരം റെഡ് ക്രോസ് ചെന്നിട്ടും അല്ലെ അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, ദെൻ ഹിന്ദ് കുഷ്ഠ് നിവാരൺ സംഘ്. ഓക്കെ, ഇപ്പൊ കുഷ്ഠരോഗങ്ങളൊക്കെ ഒരുപാട് അല്ലെ ഒരുപാട് മാറി. ഇപ്പൊ അതിന്റെ ഔട്ട്ബ്രേക്കുകളും അതിന്റെ ആ ഒരു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള ഇതൊക്കെ കുറഞ്ഞെന്നല്ല പ്രിവെന്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഓക്കെ, ദെൻ ഭാരത് സേവക് സമാജ്. ഓക്കെ, ദെൻ അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ. അപ്പൊ എന്തൊക്കെയായിരുന്നു നാഷണൽ വോളണ്ടറി ഏജൻസീസ് ഉണ്ടായിരുന്നത്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, ഹിന്ദ് കുഷ്ഠ നിവാരൺ സംഘ്, ഭാരത് സേവക് സമാജ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ. ഓക്കെ, അടുത്തതാണ് ഇന്റർനാഷണൽ ഏജൻസീസ്. എന്തൊക്കെയായിരുന്നു? റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, കെയർ, ഫോർഡ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ ഇന്റർനാഷണൽ ഏജൻസീസ് എന്തൊക്കെ ഇന്ത്യയിലുണ്ട്? റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, കെയർ, ഫോർഡ് ഫൗണ്ടേഷൻ. ഓക്കെ, എഴുതിയെടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, അടുത്ത ഏജൻസിയാണ് ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ആയുർവേദ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഹെൽത്ത് കെയർ ഏജൻസി കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അപ്പം അടുത്തത് എന്തായിരുന്നു? അടുത്ത ഹെൽത്ത് കെയർ ഏജൻസി എന്തായിരുന്നു? ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ആയുർവേദ, സിദ്ധ, യുനാനി ആൻഡ് ഹോമിയോപ്പതി. ഓക്കെ, അപ്പൊ ഇനി ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ മക്കളെ? നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഹെൽത്ത് കെയർ ഏജൻസി ആയിരുന്നു. ഹെൽത്ത് കെയർ ഏജൻസിയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രിവെൻഷൻ ഓഫ് ഇൽനെസ്, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ക്യൂറേഷൻ ഓഫ് ഇൽനെസ്. ഇൽനെസ്സിനെ ക്യൂർ ചെയ്യാം അല്ലെ? ഇനി എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടു റിഡക്ഷൻ ഓഫ് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറെ ഹെൽത്ത് കെയർ ഏജൻസീസ് പറഞ്ഞു, ഗവൺമെന്റ് സെക്ടർ പറഞ്ഞു, പ്രൈവറ്റ് സെക്ടറിൽ പറഞ്ഞു, പിന്നെ വോളണ്ടറി ഹെൽത്ത് പറഞ്ഞു, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് ഹെൽത്ത് കെയർ ഏജൻസീസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല, ഒരു ഡൗട്ടുകൾ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു.